Hello everyone, welcome back to Next Mojo. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ മരിയനാട് പോയിട്ട് നമ്മുടെ ഫിഷിംഗ് ഒക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇത്രയും വലിയ ഒരു മീനൊക്കെ നമ്മൾ ഒരു 10,000-2000 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ മേളിൽ പോയി നോക്കിയിട്ട് വരിക. കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടിട്ട് വന്നാലേ ഇതിന് ഒരു എന്താ പറയുക കറക്റ്റ് ഒരു സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നെമ്മീന് നമ്മൾ കഴുകി വൃത്തിയാക്കിയതേ ഇത് നമ്മൾ എല്ലാ പീസും എടുത്തിട്ടില്ല. ഇതിൽ കുറച്ച് നമ്മുടെ മെയിനായിട്ട് അതിൻ്റെ തലയും നെമ്മീൻ്റെ തലയും അതിൻ്റെ വാലിൻ്റെ ഭാഗവും കുറച്ച് നടുക്കുള്ള കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഏത് സ്റ്റൈലാണെന്ന് കേട്ടാൽ ഒരു കുടംപുളി ഇട്ട മീൻകറിയാണ്. പക്ഷേ പക്ക കോട്ടയം സ്റ്റൈലിൽ കുടംപുളി വെച്ച മീൻകറിയില്ല. നമ്മുടെ ട്രിവാൻഡ്രം കൂടെ കയറി വരും, തേങ്ങയും കൂടെ ആഡ് ചെയ്യണുണ്ട് ഇതിൽ. അപ്പോൾ ട്രിവാൻഡ്രം കോട്ടയം കുടംപുളിയിട്ട മീൻകറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വലിയ ചട്ടി, കാരണം ഇത് നെമ്മീനായതുകൊണ്ട് തന്നെ നമുക്കിത് കാരണം പൊടിഞ്ഞു പോകാണ്ടിരിക്കുക ഇത്തിരി വിശാലമായിട്ട് ഇടാൻ പറ്റിയ ഒരു ചട്ടി വേണം. ചട്ടി ഇല്ലാത്തവർ, വലിയ ചട്ടി ഇല്ലാത്തവർ ഉരുളിയോ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിയും. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ എണ്ണ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചൂടായി വരണുണ്ട്. വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു ടീസ്പൂൺ മതിയാവും. കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ ഏത് കറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടുക് താളിക്കുമ്പോൾ കടുക് കംപ്ലീറ്റ് പൊട്ടിയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഇടാനായിട്ട്. പിന്നെ അടുത്തിടാൻ പോകുന്നത് നമ്മൾ ഉലുവയാണ്. ഉലുവ വറുത്ത ഉലുവയായതുകൊണ്ട് അത് ഒരുപാട് മൂപ്പിക്കണ്ട, കാരണം ഞാൻ വറുത്ത ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കുഞ്ഞ് 1 ടീസ്പൂൺ ഉലുവ ഇടുന്നു. ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില വീട്ടിലാണ്, ഒരു 2 തണ്ട് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, അതിടാം. ഒന്ന് മൂത്ത് വരട്ടെ. സെയിം ടൈം തന്നെ നമുക്ക് പച്ചമുളക്, ഒരു 2 വലിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കട്ടി കുറച്ച് അരിയും തോറും നമുക്ക് പെട്ടെന്ന് മൂത്ത് വരും. ഇവിടെ കട്ടിങ് എക്സ്പേർട്ട് എൻ്റെ കെട്ടിയവനാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ ഒന്നും പകുതി എടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന സെയിം കാര്യം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നോട്ടെ. ഒരുപാട് മൂത്ത് വരണ്ട. നമ്മൾ ഈ ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ മൂപ്പിക്കുമല്ലോ, അതുപോലെ വരണ്ട. ജസ്റ്റ് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ സവാള വന്നിട്ട് വഴന്ന് ഏതാണ്ട് ഞാൻ പറഞ്ഞ ഒരു പരിവായിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വന്നാൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കുക പൊടി ഇടുമ്പോൾ. അതിപ്പോൾ ഏത് കറി വെച്ചാലും പൊടി ഇടുന്ന സമയത്ത് നിങ്ങൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പൊടി അടുക്കി പിടിക്കും. ഇനി നമ്മൾ ഇടേണ്ടത് മുളക് പൊടി. ഞാനിവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ പച്ച ഒരു ചുവയിൽ നിന്ന് മാറണം, അതുവരെ മൂപ്പിക്കുക. അതിൻ്റെ മണം വന്നു തുടങ്ങി മൂത്തതിൻ്റെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് കുറച്ച് നേരത്തെ ഇട്ട് വെച്ചാണ് കുടംപുളി. അത് നല്ല ഒരു 3 മുതൽ 4 തണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള 3-4 കുടംപുളി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആയില്ല കണ്ടല്ലോ. ഇത് കുടംപുളി തന്നെയാണ്, സാധാ വാളംപുളിയൊന്നും അല്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്, കാരണം ഇതിൽ അലിഞ്ഞ് ചേർന്നുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. ഒഴിച്ചെടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഇട്ട് കൊടുക്കണ്ട, ഇത്രയും മതിയാവും. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിക്കാണാം. ഇനി ഇതിരുന്ന എണ്ണ തെളിഞ്ഞൊന്ന് വരണം. ഓക്കെ. അപ്പോൾ നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇളക്കി കൊടുക്കാനല്ലേ കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ചൂടുവെള്ളം, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്ക് ഒരുപാടങ്ങ് ഒഴിക്കണ്ട, കാരണം മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും.
സോ ഒരുപാട് ഒഴിക്കണ്ട, ഇത്രയും വെള്ളം മതിയാവും. ഇതിന് തിളയ്ക്കട്ടെ, നല്ല വെട്ടി തിളയ്ക്കണം. സാധാരണ നമ്മളിവിടെ ട്രിവാൻഡ്രം സ്റ്റൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച മീൻകറി വയ്ക്കുമല്ലോ. തേങ്ങ അരച്ച മീൻകറി വയ്ക്കുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ മീനിൽ മിക്സ് ചെയ്തിട്ട് കൂട്ടുണ്ടാക്കിയിട്ട് നേരെ ഡയറക്റ്റ് അടുപ്പിൽ വയ്ക്കും. കാരണം അത് വേവുള്ള മീനാണ്. ഇതെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അടുപ്പിൽ കയറ്റരുത്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലായാലും എങ്ങനെയായിരുന്നാലും തേങ്ങയിൽ കലക്കിയിട്ട് നേരെ അടുപ്പിൽ വയ്ക്കരുത്. കാരണം തേങ്ങ വേവുന്നതിനനുസരിച്ച് ഇതും വേവും അപ്പോഴും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കൂട്ട് നല്ല വെട്ടി തിളയ്ക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ കൂട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലുള്ള എല്ലാം നല്ല വെന്ത് പുളിയൊക്കെ ഇറങ്ങി വരും, പിടിക്കുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ തിളയ്ക്കുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനും കുറച്ച് വേവ്, ഒരു 5 to 7 minutes മതിയാവും ഈ ഇത് വേവാനായിട്ട്. ഇത് ഞാൻ ഈ തള്ളിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇതേണ്ട തിള വന്നു കഴിഞ്ഞു. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് പുളിയെല്ലാം ചെക്ക് ചെയ്യേണ്ടത്. പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് അല്പം കുറവുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. പുളിയൊക്കെ പെർഫെക്റ്റാണ്. ഞാൻ നിധിയേട്ടനും കൂടെ ഒന്ന് നോക്കട്ടെ, കാരണം ഞാൻ മാത്രമല്ലല്ലോ കഴിക്കുന്നത്. ഇപ്പോൾ വീട്ടിലുള്ള ആൾ നിധിയേട്ടൻ മാത്രം. ഇപ്പോൾ നിധിയേട്ടൻ എന്നെ കൊടുക്കാം. അത്രയ്ക്ക് ചൂട് പുളിയൊക്കെ ഉണ്ടോ? അല്ല, ഇത് നിധിയേട്ടനാണ് സ്പെഷ്യലായിട്ട്. നമ്മൾ നല്ല തെളിഞ്ഞ് കണ്ട എണ്ണയൊക്കെ ഇതേ നോക്കിയേ, വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ താരത്തിനെ ഇറക്കി കൊടുക്കാം. ആദ്യം നമുക്ക് തല തന്നെ ഇടാം. അപ്പോൾ എത്ര രാവിലെ മുതൽ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇതാണ്ട് ഉച്ച അടുപ്പിച്ചാൽ ഓക്കെ. അപ്പോൾ തല ഇട്ട് കഴിഞ്ഞു. നമ്മൾ വലിയ പീസൊന്നും അധികം എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തേക്ക് എന്തായാലും വേറെ മീനും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം എടുത്ത് തീർക്കുന്നില്ല. വലിയ പീസ് ഒരു ബാക്കി കൊച്ചിടല്ലേ, ചെറുതിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി. അല്ലേ, മുങ്ങണ്ട, അത് വെള്ളം അത് നമുക്ക് കോരി ഒഴിച്ചു. അത് ഈ വല്ലാണ്ടിലൊരു അടുക്കള കയറുന്ന ആളുകളുണ്ട്, എൻ്റെ കെട്ടിയവനെ പോലുള്ളവർ. അപ്പം അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള സംഭവമാണ്. അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ. നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ഇതൊരിക്കലും ഇളക്കാൻ പാടില്ല, തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇങ്ങനെ 2 തുണി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ചുറ്റിച്ചിരിക്കുക. അപ്പോൾ ആക്ച്വലി ഇത് നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം, ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം തീ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ നോക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നിങ്ങൾ നോക്കി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നെമ്മീന് മാത്രം ഈ ഒരു പ്രത്യേകതയുള്ളൂ. പ്യുവറായിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലഷിന് വന്നിട്ട്. സോ നമുക്കിത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ നിങ്ങളൊന്ന് ഉപ്പും ഇതൊക്കെ നോക്കിക്കോണം. കാരണം ലാസ്റ്റ് ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തല നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതെന്താ വിട്ട് നോക്കണം, ഈ പെണ്ണി തന്നെ എന്ത് ചെയ്യണേ. ഈ ഒരു സ്റ്റേജ് നമ്മളൊന്ന് വറ്റിച്ച് തീ കുറച്ച് സിമ്മിട്ടെടുത്താൽ ഇത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു കുറച്ച് ഇത് തേങ്ങ മാത്രമാണ്, വേറെ ഒന്നുമില്ല, അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ഇതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ലാസ്റ്റ് ഒരായി കഴിഞ്ഞാൽ ആ തേങ്ങയുടെ ആ പച്ചക്കൂട്ട് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 2 ഇളക്കിളക്കാം. ഓക്കെ, എന്താ ഇത്? ഓക്കെ, ഡു ഇറ്റ് മാൻ. അഹങ്കാരത്തിന്റെ ചിരി, അതും ജീവിതത്തിൽ ആദ്യമായി മിക്സാക്കി മിക്കവാറും പൊടിക്കുന്ന ലക്ഷണം. അപ്പോൾ ഇത് നല്ല ഇതായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. കണ്ടോ, ഏതാണ്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ്, വെള്ളമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, തെളിവ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവൽ വരെ നിധി എണ്ണ ഓർമ്മയുണ്ടോ? ഇതുവരെ ഉണ്ടായിരുന്നാണ്.
ഓക്കെ, അപ്പോഴും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഫിഷ് കറി വയ്ക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാത്തിലും ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്യും, ഇത് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഇതൊഴിക്കും. ഇത് പ്രത്യേക ടേസ്റ്റാണ്. അത് ഏത് മീനിൽ ലാസ്റ്റ് ഇത് രണ്ടും കൂടെ ഒഴിച്ചാലും വേറെ ലെവൽ ടേസ്റ്റാവും. ഇനി ഇതൊന്ന് ചുറ്റിച്ച് വയ്ക്കുക. ഫിഷ് നിങ്ങൾക്ക് കാണാം, പീസ് ഒന്നും പൊടിഞ്ഞിട്ടില്ല. ഇനി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കെടുക്കാം. അടച്ച് വെച്ചിട്ട് എടുക്കാം. സോ ഫൈനലി നമ്മുടെ നെമ്മീനായിട്ടുണ്ട്. ഇത് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി എടുക്കാം. വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ടല്ലോ, വെളിച്ചെണ്ണയും കറിവേപ്പിലയും കിടന്നുള്ള ഒരു മണം, എൻ്റെ അമ്മേ, അതൊരു വല്ലാത്തൊരു മണം. നമ്മുടെ നാടൻ ഫ്ലേവർ കിട്ടണമെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ആക്ച്വലി ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ എന്തായാലും അതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. സോ ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതെടുത്ത് മാറ്റാം. അഹങ്കാരം 2 കറിവേപ്പില. അതെ, എനിക്ക് അഹങ്കാരമാണ്. ഒരു മരമുള്ളതിൻ്റെ അഹങ്കാരം തന്നെയാണ് മിസ്റ്റർ. അപ്പോൾ നമ്മുടെ സുന്ദരമായ ഒരു നെമ്മീൻ കറി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. ഭംഗി മാത്രമേ നോക്കിയാൽ പറഞ്ഞ് ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് ആര് ചെയ്യും? ഞാനും ഉണ്ട്, നിധിയേട്ടനുണ്ട് വീട്ടിൽ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുറത്താണ്. അവരെന്തായാലും ഞാനുണ്ട്. എന്തുവാ? ഓ, അതാണല്ലേ, കുഞ്ഞു പീസ് മതിയാവോ നിൻ്റെ? കണ്ടല്ലോ, ചെറുത്. ചെറിയ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അടിപൊളിയാണ്, സൂപ്പർ. വെയിറ്റ് ആ ചാറിൽ മുക്കിയിട്ട് എങ്കിലും അതിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റും. മിസ്റ്റർ, ഞാൻ വലിയ പീസ് എടുക്കാത്ത ഭാഗ്യം. കുഞ്ഞു പീസിൽ ഒതുക്കി, അല്ലെങ്കിൽ ഇത് വീട്ടിലെ വേറെ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അറിയോ അഭിപ്രായം? അല്ല, ഇപ്പോഴാണ് ഇതിട്ട് ആ ചൂട് തിരിച്ചറിഞ്ഞാണ് ഇത്രയും നേരം വാരി ഒഴുകി കൊണ്ടിരുന്നത്. ലാസ്റ്റ് ആയപ്പോഴത്തേനും പോകുകയെന്ന്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വെറുതെ പറയാനില്ല, ഞാൻ കഴിച്ച കഴിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. അല്ല, ഓൾറെഡി നിധിയേട്ടൻ വന്നിട്ട് ഭയങ്കര നെമ്മീൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങൾ ചീപ്പായിട്ട് തോന്നും. മുള്ളു നല്ല ടേസ്റ്റ് ആണ്. സോ പഞ്ഞി പോലെ. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പണ്ട് ഈ നെമ്മീൻ എന്ന് പറയുന്ന മീൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം മീൻസ് എനിക്ക് ആ സമയത്ത് ചൂര അയല ഇതിലോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് നെമ്മീൻ സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെമ്മീൻ ഭയങ്കര ടേസ്റ്റ് കാണില്ല. പക്ഷെ പിന്നീട് ഒരു പ്രാവശ്യം കഴിച്ച് ട്രൈ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ മുള്ളുണ്ടല്ലോ, അത് കഴിച്ചോ? ഓ, ഇതിൻ്റെ അകത്ത് ജ്യൂസി ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അതെ, പക്ഷെ കട്ട് ചെയ്തപ്പോൾ എന്ത് ഇതായിരുന്നു, ഹാർഡ് പോലെ തോന്നുന്നു. പക്ഷെ കടിക്കുമ്പോൾ ഇതിൻ്റെ മുള്ള നല്ല ടേസ്റ്റാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദിയേട്ട പിടിച്ചോ, കൈയടക്കണല്ലേ. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂടി വെക്കല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് വെച്ചാൽ മൂടി വെച്ച് അലമ്പാക്കല്ലേ. അല്ല, ഇവിടെ ഒന്നും എന്തായാലും വീഴത്തില്ല, കണ്ടോ. പിന്നെ ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഇത് നാളെ ആവണം അല്ലേ എന്തേട്ടാ? നാളെ ആകുമ്പോൾ എൻ്റെ അമ്മയെ ഒരു രക്ഷ കാണില്ല. എന്തായാലും ഗ്രേവി ബാക്കി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മരിയനാട് പോയി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള നേരെ ബോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നെമ്മീൻ, അതിന് ലേലം പിടിച്ച് അച്ഛൻ മേടിച്ച് നെമ്മീൻ നമ്മൾ കറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചോറിന് ഉച്ചയ്ക്ക് ഇതാണ്. ഇതും അയല ഫ്രൈയും ഉണ്ട്. അപ്പോൾ അതിന് ഈ അടുത്തൊരു വീഡിയോ, ഓക്കെ അടുത്ത വീഡിയോ മതി, ഇന്ന് എന്തായാലും ലെങ്തി, ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ശ്രീലക്ഷ്മി ആൻഡ് നിതിൻ മോഹൻ signing off from Nix Mojo. Bye bye.